അസ്സലാമു അലൈക്കും. ഇസ്ലാമിൽ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്. ഒരു കുടുംബത്തെ ഒരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് പഠിച്ചവൻ ശക്തിപ്പെടുത്തുകയും അവരുടെ ഒത്തൊരുമയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വേർപെടുത്താൻ കഴിയാത്ത ഒന്നിനെ കൊണ്ട് അവരെ ചേർത്ത് വെക്കപ്പെട്ടു. എന്നാൽ ഇന്നത്തെ തലമുറയിലും ഇന്നത്തെ സമൂഹത്തിലും നമുക്ക് ഒരുപാട് ദമ്പതിമാർ ഒരു കുഞ്ഞില്ലാതെ കഷ്ടപ്പെടുന്നതും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും ക്ഷമയോടെയും കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു കുഞ്ഞ് പടച്ചവൻ്റെ അനുഗ്രഹവുമായിട്ടാണ് ഇസ്ലാമിൽ കണക്കാക്കുന്നത്. പടച്ചവൻ്റെ പരീക്ഷണങ്ങളിലും ഒന്നായിരിക്കാം ഒരു കുഞ്ഞെന്ന് പറയുന്നത്. നൽകിക്കൊണ്ടും ഒരു കുഞ്ഞിനെ നൽകാതെയും പടച്ചവൻ ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കാരണങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. കുഞ്ഞുങ്ങൾ വേണ്ടാതെ ജീവിക്കുന്നവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് ജീവിക്കുന്നവരും ഇന്നത്തെ തലമുറയിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ സ്ത്രീകളുടെയും പുരുഷൻ്റെയും ആരോഗ്യാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓവുലേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ഓവറീസിൽ നിന്നും ഓവം റിലീസ് ആവാതിരിക്കുകയും ഓവം പുറത്ത് വരാതിരിക്കുന്ന സമയത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്നത്തെ ടീനേജ് പെൺകുട്ടികളിൽ പലരും അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണത്. ഉദാഹരണം PCODയും PCOSും അതുപോലെ ഹോർമോൺ ഇംബാലൻസും അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ബ്ലോക്കേജ് ഓർ ഡാമേജ് ഇൻ ഫെലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം സ്പേമും ഓവവും അവിടെ കൂട്ടിമുട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ ഫൈബ്രോയിഡ് പോലെയുള്ള യൂട്രൈൻ ഡിസോർഡേഴ്സ്, അത് പ്രഗ്നൻസിയെ ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നൊരു കാരണം കൂടിയാണ്. പിന്നെ പുരുഷന്മാരിൽ നമ്മൾ അവരുടെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലോ സ്പേം കൗണ്ട്, അതേപോലെ തന്നെ പുവർ സ്പേം മൊബിലിറ്റി, അതേപോലെ സ്പേമിൻ്റെ ഷേപ്പിലുള്ള അബ്നോർമാലിറ്റീസ്, അതേപോലെ ബ്ലോക്കേജ് ഓർ ഡാമേജ് ഇൻ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളാണ്. എന്നാൽ ഇതിനൊക്കെ ഇന്നത്തെ മെഡിസിൻ ട്രീറ്റ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തുടക്കം ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലൂടെയും മെഡിക്കേഷനിലൂടെയും സർജറിയും സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ നൽകുന്നതാണ്. എന്നാൽ ചില ആരോഗ്യാവസ്ഥകൾ ഈ ട്രീറ്റ്മെൻറ്റുകളിലൂടെ ഒന്നും സക്സസ്ഫുൾ ആവുകയോ അവർക്ക് പ്രഗ്നൻസി എന്ന സ്വപ്നം സബലീകരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോഴത്തെ പുതിയ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ഒരു പുതിയ ടെക്നോളജിയാണ്. അത് കൂടുതലും പ്രഗ്നൻസി ഈ ട്രീറ്റ്മെൻറ്റുകളിലൊന്നും സക്സസ്ഫുൾ ആവാത്തവർക്ക് അവസാനമായൊരു പ്രതീക്ഷ കൂടിയാണ്. പക്ഷേ ചിലർക്ക് പ്രഗ്നൻസി പോസിബിൾ ആവാത്ത സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുമ്പോൾ, ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയല്ല, മറിച്ച് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും ഓവവും സ്പേമും അവരുടെ ശരീരത്തിൽ നിന്നും പുറത്തൊരു ലബോറട്ടറിയിൽ വെച്ച് പെട്രി ഡിഷ് എന്ന് പറയുന്ന കൾച്ചർ ഡിഷിൽ വെച്ച് ഫെർട്ടിലൈസ് ചെയ്യുകയും തിരിച്ച് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ആ സ്ത്രീയുടെ യൂട്രസിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. എന്നാൽ ഇന്നത്തെ മെഡിസിൻ നമുക്ക് മുന്നിൽ ഇങ്ങനൊരു വഴി തുറന്നു തരുന്നുണ്ടെങ്കിൽ പോലും ഇസ്ലാമിക പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നതിന് നിശ്ചിത നിബന്ധനകൾ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒന്നാണ്, നമ്മൾ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തികൾക്കായിരിക്കും കുഞ്ഞുങ്ങളുണ്ടാവാതെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഇസ്ലാമിൽ അനുവദിക്കുക. കാരണം മറ്റൊരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഓവമോ സ്പേമോ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതിനോട് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച്
തൻ്റെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്പേമും ഓവവും ഉപയോഗിച്ച് മാത്രം ഫെർട്ടിലൈസേഷൻ നടത്തുകയും അതിലൂടെ മാത്രം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ മാത്രമാണ് ഇസ്ലാം അനുവദിക്കുക. ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും സ്പേമോ ഓവമോ സ്വീകരിക്കുന്നതിനോട് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷേ സ്ത്രീക്ക് പ്രഗ്നൻസി മീൻസ് ഗർഭം ധരിക്കാനുള്ള ആരോഗ്യാവസ്ഥ ഇല്ലാത്ത സ്ഥിതിക്ക് മറ്റൊരു സ്ത്രീയിലേക്ക് ഗർഭം ധരിക്കാനുള്ള ഒരു അവസരം ഇസ്ലാം നൽകുന്നുണ്ട്. പക്ഷേ സ്ത്രീയുടെയും ഭാര്യയുടെ ഓവവും ഭർത്താവിൻ്റെ സ്പേമും ഫ്യൂസ് ചെയ്തതിന് മാത്രം മറ്റൊരു സ്ത്രീയിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നതിനോട് ഇസ്ലാം വിരോധിക്കുന്നില്ല. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ തരം താഴ്ത്താനോ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ഉള്ളൊരു കാര്യമല്ല. മറിച്ച് അത് താങ്ങും തണലുമായി അവർക്ക് കൂടെ നിന്ന് അവരുടെ വേദനയിൽ പങ്കായി ക്ഷമയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരിക്കേണ്ട ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുകയും വിജയിക്കാതിരിക്കുകയും എന്നത് പടച്ചവൻ്റെ കാരുണ്യമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവാതെ വിഷമിക്കുകയും പ്രാർത്ഥനയുടെയും ദുആയുടെയും കഴിയുന്ന സമൂഹത്തിനും ദമ്പതികൾക്കും കുഞ്ഞുങ്ങളുണ്ടാകാൻ പടച്ചവൻ കാരുണ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.